കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മൾ ദശാംശ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന അതിന്റെ ക്രിയകളിലേക്കാണ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 ക്രിയകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നാലാമതായിട്ട് വരുന്നത് ഹരണമാണ് അല്ലെ. അപ്പൊ ഹരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിൽ പലർക്കും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഈ ദശാംശ സംഖ്യകളിലെ ഹരണം. അപ്പോ അങ്ങനെ വരുന്ന കേസുകളിൽ നിങ്ങൾ എങ്ങനെയാണ് ദശാംശ സംഖ്യകളെ ഹരിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. ഹരണം എന്ന് പറയുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പല മെത്തേഡുകളും ഉണ്ട്. ആ മെത്തേഡുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നോക്കാം ദശാംശ സംഖ്യകളുടെ ഹരണം എങ്ങനെയാണെന്നുള്ളത്. അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങൾ തുല്യമാണെങ്കിൽ ദശാംശ ബിന്ദു ഒഴിവാക്കി സംഖ്യകളെ എഴുതുക. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു സംഖ്യ തരും അല്ലെ. ഈ സംഖ്യയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ദശാംശ സ്ഥാനങ്ങളെ എണ്ണണം. ദശാംശ സ്ഥാനങ്ങളെ എണ്ണുക എന്ന് പറയുമ്പോൾ ഹരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു അംശവും ഉണ്ടാവും ഒരു ഛേദവും ഉണ്ടാവും. ആ 2 സംഖ്യകളും ദശാംശ രൂപത്തിലായിരിക്കും. അപ്പോ നിങ്ങൾ ആദ്യം അംശത്തിലെ എന്ത് ചെയ്യുക? ദശാംശ സ്ഥാനങ്ങൾ ഒന്ന് എണ്ണി നോക്കുക. അതിനുശേഷം ഛേദത്തിലുള്ള ദശാംശ സ്ഥാനങ്ങളും ഒന്ന് എണ്ണി നോക്കുക. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ രണ്ടിലും ഒരേ എണ്ണമാണ് വരുന്നതെന്ന് വിചാരിക്കുക. രണ്ടിലും എന്ത് തുല്യമായിട്ട് വരണം? ദശാംശ സ്ഥാനങ്ങൾ തുല്യമായിട്ടാണ് രണ്ടിലും വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതിലെ പോയിന്റ് ഒഴിവാക്കിയിട്ട്, അതായത് ദശാംശ ബിന്ദുവിനെ ഒഴിവാക്കിയിട്ട് സംഖ്യകളെ മാത്രമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട്, അതായത് ഭിന്നസംഖ്യകളെ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ആക്കി എഴുതാനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. നിങ്ങൾക്ക് പൊതുവായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അതിനെ വെട്ടി ചെറുതാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും പോയിന്റിലേക്ക് മാറ്റി ഉത്തരാക്കി എഴുതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പോയിന്റ് ആയിട്ട് കിടക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അല്ലെ. അപ്പൊ ആ പോയിന്റിനെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി എത്രയോ കുറഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? തന്നിരിക്കുന്ന സംഖ്യകൾ, ദശാംശ സംഖ്യകളെ ഹരിക്കാൻ തരുന്ന സമയത്ത് അംശത്തിൽ വരുന്ന ഭിന്നസംഖ്യയും അംശത്തിൽ വരുന്ന ആരെ നോക്കണം നിങ്ങൾ? ദശാംശ സംഖ്യയും അതേപോലെ ഛേദത്തിൽ വരുന്ന ദശാംശ സംഖ്യയും നോക്കുക. എന്നിട്ട് അവരുടെ ദശാംശ സ്ഥാനങ്ങളാണ് നമ്മൾ എണ്ണേണ്ടത്. ആ ദശാംശ സ്ഥാനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? എണ്ണിയിട്ട് രണ്ടും തുല്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ രണ്ടും തുല്യമാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വളരെ എളുപ്പത്തിൽ പണികൾ മുന്നോട്ട് പോകും. അതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ചോദ്യം നോക്കൂ. കണ്ടോ? അവിടെ 6.26 ഹരിക്കണം 0.02 2 നമ്പേഴ്സ് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. ആ 2 നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം അതിനൊന്ന് ഹരണത്തിൽ ഞാൻ അംശവും ഛേദവും ആയിട്ടൊന്ന് എഴുതുവാണേ. 6.26/0.02 ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദശാംശ സ്ഥാനങ്ങൾ എണ്ണലാണ് അല്ലെ. അപ്പൊ അംശത്തിൽ വരുന്ന ദശാംശ സ്ഥാനം എന്ന് പറഞ്ഞാൽ 1, 2 ദശാംശ സ്ഥാനങ്ങളാണ് വരുന്നത്. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് എഴുതി വെച്ചതാണേ. ഇവിടെയും നോക്കിക്കേ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ അംശത്തിലും ഛേദത്തിലും വരുന്ന ദശാംശ സംഖ്യകളുടെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2ലും 2 ആയിട്ട് തന്നെ വരുന്നുണ്ട്. തുല്യമാണല്ലോ. അപ്പൊ മുകളിലും 2 താഴെയും 2. പോയിന്റിന് ശേഷം വരുന്ന കൗണ്ട് നോക്കിയാൽ മതി. അതായത് ഇവിടെ പോയിന്റിന് ശേഷം 2 ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെയും പോയിന്റിന് ശേഷം 2 പേരാണ് വരുന്നത്. അത് തുല്യമാണോ എന്ന് നോക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ 6.26 പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങൾ. അതേപോലെ 0.02 അവിടെയും പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് പറയാം? പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങളാണ് 2 സംഖ്യകളിലും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ്. അങ്ങനെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിരുന്നത്? പോയിന്റിന് ഒഴിവാക്കി സംഖ്യകളെ മാത്രമാക്കി നിങ്ങൾക്ക് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം ഇതിനെ? 626/2 ഇങ്ങനെ എഴുതാമല്ലോ. ആ പോയിന്റിനെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കും, സംഖ്യകളെ കൂട്ടി യോജിപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന ദശാംശ സംഖ്യകളുടെ അംശത്തിലും ഛേദത്തിലുമുള്ള 2 ദശാംശ സംഖ്യകളുടെയും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായതുകൊണ്ടാട്ടോ. മുകളിലും 2 താഴെയും 2 എണ്ണം ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റിയത്. ഇനി ഇതിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിഞ്ഞൂടെ? 6, 3 അതേപോലെ 6, 2, 6/2 അല്ലെ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നേരെ പകുതി. 2 എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? മുകളിലത്തെ സംഖ്യയുടെ പകുതിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന് ഉത്തരം നിങ്ങൾക്ക് നേരിട്ട് എങ്ങനെ എഴുതാം? 313 എന്ന് എഴുതാം.
അപ്പൊ നമ്മുടെ ആൻസർ വളരെ പെട്ടെന്ന് അവിടെ കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് അതിന്റെ ആൻസറിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റി. അപ്പൊ അതേസമയം ഇങ്ങനെ പോയിന്റിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്ത് അതിന് എന്ത് പെട്ടെന്നാണ് നമ്മൾ ആൻസറിലേക്ക് മാറ്റിയെന്ന് നോക്കിക്കേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. നിങ്ങൾ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പോയിന്റിന് ശേഷമുള്ള സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായിട്ട് വരണം മുകളിലും താഴെയും. അങ്ങനെയാണെങ്കിൽ പോയിന്റിന് എടുത്ത് കളഞ്ഞേക്കുക. എന്നിട്ട് സംഖ്യകൾ ഒരുമിച്ച് നിങ്ങൾ എഴുതും. ആ ഒരുമിച്ച് എഴുതിയ സംഖ്യകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ വെട്ടി ചെറുതാക്കാനോ ഹരിക്കാനോ എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റിയിട്ട് അതിന്റെ ഉത്തരവായിട്ട് അതിനെ മാറ്റിക്കളഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇനി താഴത്തെ അടുത്തൊരു ചോദ്യം നോക്കാം. 1.2 ഹരിക്കണം 1.6. അപ്പോ ഈ സംഖ്യകളിൽ പോയിന്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവിടെയും ഇവിടെയും പോയിന്റ് വരുന്നുണ്ട്. ആ പോയിന്റിന് ശേഷമുള്ള സ്ഥാനങ്ങളെ നമ്മൾ എണ്ണണം അല്ലെ. ഇവിടെ പോയിന്റിന് ശേഷം ഒറ്റ സ്ഥാനമേ ഉള്ളൂ, ഇവിടെയും പോയിന്റിന് ശേഷം ഒറ്റ സ്ഥാനമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തായി, നമ്മുടെ അംശത്തിലെയും ഛേദത്തിലെയും പോയിന്റിന് ശേഷം വരുന്ന ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായിട്ട് വന്നു. 2ഉം 1 അല്ലെ എന്ന് പറയുമ്പോൾ 2ഉം തുല്യമായിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പോയിന്റിനെ ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ സംഖ്യയെ 12/16 പോയിന്റ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ സംഖ്യകളെ കൂട്ടി യോജിപ്പിച്ച് എഴുതാം. അപ്പൊ 12/16 എന്ന് എഴുതി കഴിഞ്ഞു അല്ലെ. ഇനി ഇതിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം, പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കി എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പൊ പറഞ്ഞോളൂ, 12/16 ഈ രണ്ട് സംഖ്യകളിലും പൊതുവായിട്ട് 2 ഒരു ഘടകമാണ്. പൊതു ഘടകമായിട്ട് 2 വരുന്നുണ്ട്. ആ 2നെ അങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ എന്താ ബാക്കി വരാ, ഇതിനെ ഞാൻ കട്ട് ചെയ്തു. ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 6, ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 8 അല്ലെ. 6/8. വീണ്ടും നിങ്ങൾക്ക് ഇതിനെ വെട്ടി കളഞ്ഞൂടെ, 2ലും വീണ്ടും 2 പൊതു ഘടകമായിട്ട് വരുന്നുണ്ട്. 6ൽ 3 തവണയും 8ൽ 4 തവണയും. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്, 3/4 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറി, 3/4. അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, 0.75 എന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതാം. എന്ന് പറഞ്ഞാൽ ഹരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഡെസിമലിലേക്ക് തന്നെ, അതായത് ദശാംശത്തിലേക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും നമ്മുടെ ഉത്തരമായിട്ട് മാറി. അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നിർത്തണോ വീണ്ടും ഹരിച്ചു നോക്കിയിട്ട് അതിനെ എന്താക്കണം, ദശാംശത്തിലേക്ക് മാറ്റണോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോദ്യത്തിലെ ഓപ്ഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഹരിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ആ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, തന്നിരിക്കുന്ന സംഖ്യയെ നിങ്ങൾ എന്ത് ചെയ്യും, മുകളിലും താഴെയുമുള്ള ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കും. ആ സ്ഥാനങ്ങൾ തുല്യമായിട്ട് വരുവാണെങ്കിൽ അതിന്റെ പോയിന്റിന് ഒഴിവാക്കി സംഖ്യകളെ കൂട്ടിച്ചേർത്ത് എഴുതും. അതിനുശേഷം നിങ്ങൾക്ക് സാധാരണ സംഖ്യകൾ ഭിന്ന സംഖ്യകളെ ചെയ്യുന്ന പോലെ അതിനെ ഡിവൈഡ് ചെയ്തിട്ടോ എങ്ങനെയാണോ അതിന്റെ ഉത്തരമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഇത് എങ്ങനത്തെ കേസാണ് നമ്മളിപ്പോ പറഞ്ഞത്, ദശാംശ സ്ഥാനങ്ങൾ തുല്യമായിട്ട് വന്നാൽ. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യമുണ്ട് അല്ലെ. എന്താ മറ്റേ ചോദ്യം വരുന്നത്, ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമല്ലെങ്കിലോ, ഒരു ചോദ്യം അവിടെ വന്നല്ലോ. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ദശാംശ സ്ഥാനങ്ങൾ കുറവ് വരുമല്ലോ. എന്തായാലും 2ഉം തുല്യമല്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറവായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഒരു സ്ഥലത്ത് കൂടുതൽ എന്ന് പറയുമ്പോൾ മറ്റേ സ്ഥലത്ത് കുറവാണെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോ എവിടെയാണോ ദശാംശ സ്ഥാനങ്ങളിൽ കുറവ് വരുന്നത് അവിടുത്തെ സംഖ്യയെ എത്ര സ്ഥാനങ്ങളുടെ കുറവുണ്ട് നോക്കാം. അപ്പൊ താഴെ 3 സ്ഥാനങ്ങളിലും മുകളിൽ 2 സ്ഥാനങ്ങളേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പൊ മുകളിൽ കുറവ് വന്നു അല്ലെ, താഴെ ഉള്ളതിനേക്കാളും ഒരു സ്ഥാനം അവിടെ കുറവ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്രയും പൂജ്യങ്ങൾ, സ്ഥാനത്തിന്റെ എണ്ണം കുറഞ്ഞ സ്ഥാനത്തിന്റെ എണ്ണം, ഒരു സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 1 0 1ന്റെ കൂടെ ചേർത്തിട്ട് വരുന്ന സംഖ്യനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താ, 1ന്റെ കൂടെ വരുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ 1 0 10 ആയിരിക്കും കേട്ടോ. അതെങ്ങനെയാന്നുള്ളത് ഒരു ചോദ്യം വെച്ച് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ അങ്ങനെ അംശത്തിന്റെയും ഛേദത്തിന്റെയും ദശാംശ സ്ഥാനങ്ങൾ തുല്യമാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ, 2.4 കാണുന്നുണ്ടല്ലോ. 2.4 ഡിവൈഡഡ് ബൈ 0.12 ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം. അപ്പോ നേരത്തെ ചെയ്ത പോലെ നിങ്ങൾ ഇവിടെയും എണ്ണി നോക്കുക. എണ്ണി നോക്കുമ്പോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരാളേ ഉള്ളൂ, ഇവിടെ 2 പേരുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ദശാംശ സ്ഥാനങ്ങള് ആദ്യത്തെ സംഖ്യയിൽ 1 വരുന്നുള്ളൂ, രണ്ടാമത്തെ സംഖ്യയിൽ 2 ദശാംശ സ്ഥാനം വരുന്നുണ്ട്. അപ്പൊ എവിടെയാണ് കുറവ് എന്ന് നിങ്ങൾ പറഞ്ഞേ, കുറവ് ദശാംശ സ്ഥാനം വരുന്നത് നമ്മുടെ അംശത്തിലുള്ള സംഖ്യയിലാ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഖ്യയിലെ പോയിന്റുകളെ എടുത്ത് കളയും അല്ലെ. നോക്കണേ, പോയിന്റിനെ എടുത്ത് ഒഴിവാക്കി നമ്മൾ 24 എന്നും 12 എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എവിടെയാണോ കുറവ് മുകളിലാണ് കുറവ് അല്ലെ. എത്ര സ്ഥാനങ്ങളുടെ കുറവാണ്, ഒറ്റ സ്ഥാനത്തിന്റെ കുറവാ. അപ്പൊ നമ്മൾ അതിനെ ആരെ കൊണ്ട് ഗുണിക്കണം,
ഒറ്റ സ്ഥാനമാണെങ്കിൽ ഒറ്റ പൂജ്യവും ഫ്രണ്ടിൽ ഒരു 1 ഇട്ട് കൊടുക്കുക. 2 സ്ഥാനമാണെങ്കിൽ 2 പൂജ്യവും 1. അതായത് ഒറ്റ സ്ഥാനമാണെങ്കിൽ 10 കൊണ്ട്, 2 സ്ഥാനമാണെങ്കിൽ 100 കൊണ്ട്, 3 സ്ഥാനമാണെങ്കിൽ 1000 കൊണ്ട്, അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. പൂജ്യങ്ങളുടെ എണ്ണം എന്തിനു തുല്യമായിരിക്കണം? സ്ഥാനങ്ങളുടെ എണ്ണത്തിന് കുറവ് വന്ന സ്ഥാനങ്ങളുടെ എണ്ണത്തിന് തുല്യമായിരിക്കണം കേട്ടോ. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കോളൂ, ഇവിടെ 2 സ്ഥാനങ്ങളുണ്ട്, ഇവിടെ ഒറ്റ സ്ഥാനമേ ഉള്ളൂ. അപ്പൊ താഴെയുള്ളതിനേക്കാളും 1 കുറവാണ് മുകളിൽ, 1 സ്ഥാനമാണ് കുറവ്. അപ്പൊ ഒരൊറ്റ പൂജ്യം ഇവിടെ വരണം. എന്നിട്ട് മുന്നിൽ ഒരു 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 24 × 10/12 എന്ന് വന്നു. ഇനി നിങ്ങൾക്ക് ഇതിനെ ചെയ്യാൻ എളുപ്പല്ലേ? ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇപ്പൊ എന്താ ഉണ്ടായത്? മുകളിലെയും താഴത്തെയും സ്ഥാനങ്ങളുടെ എണ്ണം, ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നമ്മൾ തുല്യമാക്കാണ് ശരിക്കും ഈ മെത്തേഡിലൂടെ നമ്മൾ ചെയ്തത്. ഇനി നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെറുതാക്കിയാൽ മതി. എന്താ വരാ പറഞ്ഞോളൂ. ഇത് നമുക്കറിയാം അല്ലേ, ഇത് 2 12ന്റെ ഇരട്ടിയാണല്ലോ 24. അപ്പൊ 12നെയും 24നെയും വെട്ടി ഞാൻ 2 എന്ന് മുകളിൽ എഴുതി കേട്ടോ. കാരണം എന്താ, 12ന്റെ ഇരട്ടിയാണ് 24. ഇരട്ടി എന്ന് പറയുമ്പോൾ 2 ആണ്, 2 ടൈംസ്, അതുകൊണ്ട് 2 എന്ന് എഴുതി. അപ്പൊ ഉത്തരം 2 × 10 എന്ന് കിട്ടി. അതായത് നമ്മുടെ ആൻസർ എത്രയാണ്? 20. വളരെ പെട്ടെന്ന് നമ്മുടെ ആൻസറിലോട്ട് എത്തി അല്ലേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഹരിക്കാൻ എടുക്കുന്ന സംഖ്യയിൽ ദശാംശ സ്ഥാനങ്ങൾ എണ്ണുന്നോ ആ എണ്ണത്തിൽ കുറവ് വരുന്ന, അതായത് രണ്ടും തുല്യമല്ലാതെ വരുവാണെങ്കിൽ ഏത് സംഖ്യയിലാണോ കുറവ് വരുന്നത് ആ സംഖ്യയിൽ എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ടോ അത്രയും പൂജ്യങ്ങൾ ഇട്ടിട്ട് അതിന്റെ മുന്നിൽ ഒരു 1 ഇട്ടിട്ടുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് പോയിന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് സാധാ പോലെ ചെയ്യുക. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഒരൊറ്റ ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. 16.168 ഹരിക്കണം 0.8. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് കാണാം എത്ര സ്ഥാനങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് ആദ്യം നോക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ടോട്ടൽ 3 സ്ഥാനങ്ങളാണ് പോയിന്റിന് ശേഷം വരുന്നത്. ഇവിടെയാണെങ്കിൽ ആകെ 1 സ്ഥാനമേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, കുറവ് വരുന്ന സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക അല്ലെ. ഇവിടെ കുറവ് വന്നത് എത്ര എണ്ണത്തിന്റെ? 2 സ്ഥാനങ്ങളുടെ കുറവുണ്ട്. കാരണം ആദ്യത്തിൽ 3 സ്ഥാനമുണ്ട്, രണ്ടാമത്തിൽ 1 ഉള്ളൂ. അപ്പൊ 2 പേരുടെ കുറവ് അവിടെ വരുന്നുണ്ട്. അപ്പൊ താഴത്തെ സംഖ്യയെ 2 സ്ഥാനങ്ങളുടെ കുറവ് എന്ന് പറഞ്ഞാൽ എത്ര കുറവുണ്ടോ അത്രയും സ്ഥാനങ്ങളിലെ പൂജ്യമാക്കി എടുക്കണം എന്നല്ലേ. അപ്പൊ 2 പൂജ്യവും ഒരു 1, 100 കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. അപ്പൊ മുകളിലത്തെ സംഖ്യേന്റെ എല്ലാ പോയിന്റുകളും നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് താഴത്തെ സംഖ്യയുടെ പോയിന്റും ഒഴിവാക്കി. അപ്പൊ ആരേ ഉള്ളൂ? 0.8ലെ പോയിന്റ് പൊക്കി കഴിഞ്ഞാൽ 8 ബാക്കിയുള്ളൂ. ഇനി ആരെ കൊണ്ട് ഗുണിക്കണം അതിനെ? 2 സ്ഥാനങ്ങളുടെ കുറവ്. 2 സ്ഥാനങ്ങളുടെ കുറവ് എന്ന് പറഞ്ഞാൽ 2 പൂജ്യം ഇട്ട് കൊടുക്കുക, ഫ്രണ്ടിൽ ഒരു 1. നേരത്തെ 1 സ്ഥാനത്തിന്റെ കുറവായതുകൊണ്ടാണ് ഒരു പൂജ്യവും ഒരു 1 ഇട്ട് കൊടുത്തത് കേട്ടോ. എത്ര സ്ഥാനങ്ങളുടെ കുറവ് വരുന്നോ അത്രയും പൂജ്യങ്ങളാണ് ഇടേണ്ടത്. എല്ലാത്തിന്റെയും മുന്നിൽ ഒരു 1 മാത്രമേ ഇടുള്ളൂ. അത് ഓർത്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാലോ. ഇതും കൂടെ നിങ്ങൾക്ക് നേരെ വെട്ടിപ്പോക്കാം അല്ലെ. 16 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 2021 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ നേരെ മാറി 2021 ഡിവൈഡഡ് ബൈ 100. ഇനി ഇതിനെ നമ്മൾ നേരെ മാറ്റാൻ പഠിച്ചിരുന്നു. താഴെ എത്ര പൂജ്യങ്ങളാണോ ഉള്ളത് അത്രയും പൂജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ താഴെ എത്ര പൂജ്യങ്ങളാണ് ഉള്ളത് നിങ്ങൾ എണ്ണ, അത്രയും സ്ഥാനങ്ങൾ വിട്ടിട്ട് പോയിന്റ് ആക്കുക. വളരെ പെട്ടെന്ന് മാറ്റാം അല്ലെ. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചിരുന്ന സെക്ഷനിൽ പറഞ്ഞിരുന്ന ഒരു സാധനം തന്നെയാണിത്. താഴത്തെ പൂജ്യങ്ങളുടെ എണ്ണം നോക്കുക. താഴെ 10, 100, 1000 ഒക്കെ ആണെങ്കിൽ താഴെ വരുന്ന സംഖ്യയുടെ പൂജ്യങ്ങളുടെ എണ്ണം വെച്ച് നമുക്ക് ഇയാളെ മാറ്റി എഴുതാമെന്ന്. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ, മുകളിൽ തന്ന സംഖ്യയെ തന്നെ നിങ്ങൾ എഴുതുക. എന്താണോ മുകളിലുള്ള സംഖ്യ അത് തന്നെ എഴുതുക. താഴെ 10, 100, 1000 ഒക്കെ ആണെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത്. താഴെ അപ്പം 10, 100 ആണെങ്കിൽ ഇതിലിപ്പോ 2 പൂജ്യം വന്നിരിക്കുന്നത് അല്ലെ. ഈ 2 പൂജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 2 പൂജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 സ്ഥാനങ്ങൾ വേണം എന്ന അർത്ഥം അല്ലെ. 2 പൂജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ഥാനങ്ങൾ. അപ്പൊ 2 സ്ഥാനങ്ങൾ വേണമെങ്കിൽ പോയിന്റ് എവിടെ വരണം? അവിടെ വരണം. ശരിയല്ലേ. അപ്പൊ 20.21. എന്നിട്ടൊന്ന് തിരിച്ചു നോക്കുക, 2 സ്ഥാനങ്ങൾ തന്നെയല്ലേ ഉള്ളത് എന്ന് കേട്ടോ. എപ്പോഴും പോയിന്റിന് ശേഷത്തെ സ്ഥാനത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ മുന്നിലുള്ള സ്ഥാനങ്ങളല്ല, മാറിപ്പോവരുത്. അപ്പൊ ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങളുണ്ട്. 2 പൂജ്യമാണ് അടിയിലുണ്ടായിരുന്നത്. അപ്പൊ അതിനെ നിങ്ങൾക്ക് നേരിട്ട് 20.21 എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഹരിക്കേണ്ട കാര്യം എങ്ങനെയാന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു സെക്ഷനാണ്, ആവർത്തന ദശാംശ സംഖ്യകളുടെ ഭിന്നസംഖ്യാ രൂപം. ആവർത്തന ദശാംശ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താ നമുക്കൊന്ന് നോക്കാം അല്ലെ. കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? 0.5555 കൂട്ടത്തിൽ കുറെ കുത്തുകൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ കുത്തുകൾ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഇങ്ങനെ ഡോട്ട് ഇട്ട് പോവുകയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നാണ് അതിന്റെ അർത്ഥം. ഇതിനെ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെയാണെന്നറിയോ? ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആളാരാ? 5 അല്ലേ. അപ്പൊ 0.5 ഒരു തവണ എഴുതിയിട്ട് 5ന്റെ മുകളിൽ ഒരു ബാർ ഇട്ട് കൊടുക്കുക കേട്ടോ. 5ന്റെ മുകളിൽ ഒരു വര ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താ? 5 ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ താഴത്തെ സംഖ്യയെ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതാം?
0 ഇതിൽ 4 മാത്രമാണോ റിപ്പീറ്റ് ചെയ്യുന്നത്? നോക്കിയേ, 4 3 4 3 4 3 4 3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ 2 സംഖ്യകൾ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 43 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4 3 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 43 എന്ന് വായിക്കില്ല. ഈ 4 3 ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ മുകളിൽ ഒരു ബാർ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 43 43 വെച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് 4 3 4 3 4 3 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു എന്നാണ് അർത്ഥം. അപ്പൊ മുകളിൽ വര കണ്ടാൽ അത് ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന സംഖ്യകളാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആവർത്തന സംഖ്യകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ആവർത്തന ദശാംശ രൂപമാണ് ഈ കാണുന്നത്. ഇനി താഴത്തെ സംഖ്യകൾ നിങ്ങൾ നോക്കിക്കേ, എന്തൊക്കെയാ വരുന്നുണ്ടായിരിക്കുക? 0.123 അല്ലെ, വീണ്ടും 1 2 3. ഇപ്പൊ ഇത് നോക്കിയാൽ ഈ സംഖ്യകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇത് പിന്നെ എല്ലാം 5 തന്നെയാണ്. ഇവിടെയോ 1 2 3, പിന്നെ അടുത്തത് 1 2 3. അപ്പൊ ആ 1 2 3 ആണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാർ ഇടും. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ 1 2 3 എന്ന് പറയുന്ന സംഖ്യകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആവർത്തന സംഖ്യകൾ എന്ന് പറയുന്നത്. അവയെ ഇങ്ങനെ കൂടി എഴുതാമെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഇവയെല്ലാം ആവർത്തന ദശാംശ രൂപങ്ങളുടെ ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കോ, ഇതിന്റെ ഭിന്നസംഖ്യയിലേക്ക് എഴുതുന്ന രീതിയാ പറയുന്നത് കേട്ടോ. അപ്പോ ആവർത്തിക്കുന്ന സംഖ്യ ഒരേ ഒരു തവണ നിങ്ങൾ എന്തായിട്ട് എഴുതാ? അംശമായിട്ട് എഴുതാ. എന്ത് ചെയ്യണം? ആവർത്തിക്കുന്ന സംഖ്യ എന്താണോ ആവർത്തിച്ചു പോകുന്നത്. ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ഇപ്പൊ എഴുതിയ സംഖ്യ തന്നെയാണേ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണല്ലോ. അപ്പൊ ഇതിൽ ആവർത്തിക്കുന്ന സംഖ്യേനെ ഒറ്റ തവണ അംശമായിട്ട് എഴുതാന്ന് പറഞ്ഞാൽ ഇതിൽ ആവർത്തിക്കുന്ന സംഖ്യ ആരാണ്? 5 ആണ്. അപ്പൊ ആ 5നെ നമ്മൾ ഒറ്റ തവണ അംശമായിട്ട് എഴുതി. എത്ര സംഖ്യകൾ ആവർത്തിക്കുന്നുവോ അത്ര എണ്ണം 9കൾ ഛേദമായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എത്ര സംഖ്യ ആവർത്തിക്കുന്നത്? ഒറ്റ സംഖ്യ ആവർത്തിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഒരു 9നെ മാത്രം എന്താക്കി എഴുതിയാൽ മതി? ഛേദമായിട്ട് എഴുതാം. അപ്പൊ അതിന്റെ ഉത്തരം നേരെ കിട്ടി. ഇവിടെ പോയിന്റ് വരാം, 0 പോയിന്റ് വരുന്ന കേസിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 0.555 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾ പോയിന്റിന് ശേഷം വരുന്ന സ്ഥാനങ്ങൾ 5 5 5 എത്ര ആൾക്കാരാണ് നോക്കുക? ഒറ്റ ആളേ ഉള്ളൂ. ഒറ്റ ആളാണെങ്കിൽ ആ സംഖ്യന് മുകളിൽ എഴുതുക. അത് 1 ആയതുകൊണ്ട് ഒരു 9 മാത്രം. 1 ആയതുകൊണ്ട് 1 എന്ന് എഴുതി പോകരുത്. 1 ആണെങ്കിൽ ഒരു 9. 2 സംഖ്യകളാണ് ആവർത്തിക്കുന്നെങ്കിൽ 99. 3 സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ 3 9. അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ എഴുതി പോകാൻ കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഇതാ 0.818181 ഇങ്ങനെ പോവാ അല്ലെ. ഇതിൽ സംഖ്യകൾ ആവർത്തിക്കുന്നത് ആരൊക്കെയാണ്? 81 പോലെ 81 81 81. അപ്പൊ 2 സംഖ്യകൾ ആവർത്തിക്കുന്നത് കൊണ്ട് ആവർത്തിക്കപ്പെടുന്ന സംഖ്യകൾ വീണ്ടും വീണ്ടും എഴുതി പോകണ്ട. എത്ര സംഖ്യകളാ ഉള്ളതെന്ന് വെച്ചാൽ ആ സംഖ്യകളെ മാത്രം ഒറ്റ തവണ എഴുതിയാൽ മതി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? എത്ര സംഖ്യയാണോ ആവർത്തിക്കുന്നത് നോക്കുക. ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യകളുടെ എണ്ണം 2 ആണ്. അപ്പൊ എത്ര 9 വേണം? 2 9കൾ വേണം. ഓക്കെ. അപ്പൊ 89 അല്ലെങ്കിൽ 81/99 എന്ന് വന്നു. ആ 99 എങ്ങനെ കിട്ടിയതാണ്? 2 സംഖ്യകളാണ് ആവർത്തിക്കുന്നത്, അതുകൊണ്ട് 2 9കൾ ഇട്ടു. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സംഖ്യ അഗെയിൻ 6 6 6 6 അല്ലെ. അപ്പൊ 6 ആണ് ആവർത്തിക്കുന്ന സംഖ്യ, അതിന് എഴുതി. ഇനി ഒറ്റ സംഖ്യയെ ആവർത്തിക്കുന്നുള്ളൂ, അതുകൊണ്ട് 6/9 മതി. അപ്പൊ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എന്തും കൂടി ചെയ്യാൻ പറ്റും? തന്നിരിക്കുന്ന സംഖ്യയെ ഭിന്നസംഖ്യയാക്കി മാറ്റാൻ കൂടി പറ്റുന്ന ഒരു രീതിയുണ്ട്. ആവർത്തിക്കുന്ന ചില സംഖ്യകളിലെ മാത്രം മാറ്റാൻ പറ്റുന്ന രീതികളാണ് ഇത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും എക്സാമിന്റെ ഇടയിലൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ നോക്കിയിരിക്കുന്നത് ആരൊക്കെ കുറിച്ചിട്ടാണ്? ഹരണത്തിനെ കുറിച്ചിട്ടാണ് ആദ്യം നോക്കിയത്. ഹരണത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എടുക്കുന്ന സംഖ്യകൾ ഹരിക്കാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സംഖ്യയിലെ അംശമായിട്ടും ഛേദമായിട്ടും 2 ദശാംശ സംഖ്യകളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സംഖ്യകളുടെ ദശാംശ സ്ഥാനങ്ങൾ തുല്യമാണെങ്കിൽ നിങ്ങൾക്ക് അവയുടെ പോയിന്റ് ഒഴിവാക്കിയിട്ട് സംഖ്യകളെ സാധാരണ പോലെ എഴുതിയിട്ട് ഹരിച്ച് ഉത്തരമാക്കി മാറ്റാം. ഇനി അതേസമയം ദശാംശ സ്ഥാനങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ കുറവ് വരുന്ന ഭാഗത്തെ നോക്കുക. ആ കുറവ് വരുന്ന ഭാഗത്തിൽ എത്ര എണ്ണത്തിന്റെ കുറവ് വരുന്നുണ്ടോ അത്രയും പൂജ്യങ്ങൾ എന്ത് ചെയ്യുക? പൂജ്യങ്ങളുള്ള അതിന്റെ മുന്നിൽ ഒരു 1 ഉണ്ടായിരിക്കണേ. 1ഉം അത്രയും പൂജ്യങ്ങളെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സാധാ പോലെ പോയിന്റുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹരിച്ച് ഉത്തരം കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അതിന്റെ കൂട്ടത്തിൽ ആവർത്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ആവർത്തനം വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ക്രിയകളുടെ പറ്റിയൊരു ഐഡിയ കിട്ടും. അപ്പൊ ക്ലിയർ ആണല്ലോ? താങ്ക് യു.